ഹലോ ഗൈസ്, മഴയൊക്കെ നനഞ്ഞൊരു ചെറിയൊരു മൂക്കലിപ്പൊക്കെ ഉണ്ട്. അപ്പം ഞാനൊരു സൂപ്പ് ഉണ്ടാക്കാൻ പോവാം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കയ്യിലുള്ളതൊക്കെ എടുക്കുക കേട്ടോ. എൻ്റെ ഇപ്പം അധികം ഐറ്റംസ് ഒന്നുമില്ല. ക്യാബേജ്, ഉള്ളി മീൻസ് സവാള, ഇഞ്ചി, ക്യാരറ്റ്, തക്കാളി, കുറച്ച് മഷ്റൂംസ്, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ എടുക്കും. ഇതൊക്കെയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലോട്ട് ജീരകവും അജ്വൈനില്ലേ, അജ്വൈൻ്റെ മലയാളം എന്തായിരുന്നു, അയമോദകം, അതൊക്കെ ഇട്ട് പൊട്ടിക്കുകയാണ്. അജ്വൈൻ നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി. എനിക്ക് അതിൻ്റെ ഞാൻ ചിലപ്പോൾ ഈ ആട്ടയൊക്കെ കുഴയ്ക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കുഴയ്ക്കുന്ന മാവിൽ അജ്വൈൻ ചേർക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇടുക. അപ്പോൾ ഉള്ളി ഇടുക. ഉള്ളി ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി, കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഗൈസ്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഇട്ട് കൊടുക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഗ്രീൻ പീസ് ഒക്കെ ഇടാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്ത് പച്ചക്കറിയാണോ ഉള്ളത് അതൊക്കെ ഇടാം. ക്യാബേജ് ഇടുക. അപ്പം എൻ്റെ കയ്യിൽ സ്വീറ്റ് കോൺ ഒന്നും ഇടാനില്ല. അപ്പം സ്വീറ്റ് കോൺ ഒക്കെ ഉള്ളവർ അതൊക്കെ ഇടുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് കോണിൻ്റെ സൂപ്പ്. നമുക്കതൊരു മറ്റൊരു അവസരത്തിൽ സ്വീറ്റ് കോണൊക്കെ ഇട്ട് സൂപ്പ് ഉണ്ടാക്കാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി മഷ്റൂമും തക്കാളിയൊക്കെ ഇട്ട്, ഇനി ഉപ്പ്, മഞ്ഞൾ, കുരുമുളക് പൊടി, കുറച്ച് ഞാൻ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. കാരണം മഷ്റൂമും ക്യാബേജും ഒക്കെ ഉള്ളപ്പോൾ സോയാ സോസ് നല്ല കോമ്പിനേഷൻ. കുറച്ച് ഒഴിക്കുന്നുള്ളൂ. ഹെൽത്തി ആയിട്ട് വേണമെന്നുള്ളൊരു സോയാ സോസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം കേട്ടോ. ഞാൻ കുറച്ച് സോയാ സോസ്, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇടാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്ലേവർഫുൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. സൂപ്പ് സാലഡിനൊക്കെ ഈ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഭയങ്കര നല്ലതാണ് ഒലിവ് ഓയിൽ നമ്മുടെ ബോഡിക്ക്. ഞാൻ ചപ്പാത്തിയൊക്കെ ചുടുമ്പോൾ കുഞ്ഞിന് മറ്റേ ഗീ ആണ്, എനിക്ക് ഒലിവ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ചപ്പാത്തിക്കൊക്കെ. ഈ പൊടിയില്ല, അത് ഗ്രീൻ മാംഗോ പൗഡർ ആട്ടോ, ഡ്രൈ ഗ്രീൻ മാംഗോ പൗഡർ ആണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ അതൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം തന്നെ നല്ല മണമുണ്ട്. കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാംഗോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പിന് തിക്നെസ് കൂടെ ഞാൻ കുറച്ച് കോൺഫ്ലോർ കലക്കി വെച്ചിരിക്കുകയാണ് ആഡ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇത് റാഗി പൊടിച്ചതുണ്ടെങ്കിൽ റാഗി കലക്കി ഒഴിക്കാം, അല്ലെങ്കിൽ മറ്റേ ഫ്ലാക്സ് സീഡ് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിക്കാം. എൻ്റെ ഇപ്പൊ ഒന്നുമില്ല, റാഗിപ്പൊടിയൊക്കെ തീർന്നിരിക്കുകയാണ്. റാഗി പിന്നെ വേറെ ധാന്യങ്ങൾ പൊടിച്ച് അങ്ങനെ മിക്സഡ് പൊടിയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇരുന്ന കോൺഫ്ലോർ ആണ് ഞാനിപ്പോൾ അത് കലക്കി എടുത്തിരിക്കുന്നത്. ഞാൻ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ ഇളക്കിയ ശേഷം ഒരു ബൗളിലോട്ട് ഒഴിച്ച് ചൂടോടെ നമ്മുടെ ഈ സൂപ്പ് കുടിക്കാവുന്നതാണ്. ഗൈസ്, ധാരാളം മല്ലിയിലൊക്കെ ഇടാവുന്നതാണ് കേട്ടോ ഈ അവസരത്തിൽ. എൻ്റെ കയ്യിൽ മല്ലിയില അളിഞ്ഞു പോയി ഉണ്ടായിരുന്നത്, സോ എനിക്ക് മല്ലിയില ഇടാനുള്ള ഓപ്ഷൻ ഇല്ല. എനിവേസ്, ഞാനിപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇത്ര നേരം ലൈറ്റ് ഇടാതെയാണ് എടുത്തുകൊണ്ടിരുന്നത്. സോ ഇതാണ് നമ്മുടെ യമ്മി ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ക്ലിയർ വെജ് സൂപ്പാണ്. ക്ലിയർ മഷ്റൂം വെജ് സൂപ്പ് റെഡി. ഗൈസ്, ഞാനൊരു കുറച്ച് നാരങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് ഈ സൂപ്പ് കുടിക്കാൻ പോവാണ് ചൂടോടെ. അപ്പം ബായ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. These brothers my guys, know that they fly, know that they ride or die. Why they wanna move like that? Where you want going? Why you want act like that?